ഗ്യാസിന് വില കൂടുന്നതും ഫ്യുവൽ ചാർജ് കൂടുന്നതും ഒക്കെ ഒരു പുതുമയല്ലാതായി മാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പുതിയ പുതിയ യുദ്ധവിശേഷങ്ങളും ഒക്കെ നമ്മളെല്ലാവരും അപ്ഡേറ്റഡുമാണ്. ഇന്ന് രാവിലത്തെ പത്രത്തിൽ വീണ്ടും ഗ്യാസ് ബോംബ് എന്ന ന്യൂസിനൊപ്പം വരച്ചിരുന്നൊരു ചിത്രമുണ്ട്. ഒരു ഗ്യാസ് കുറ്റി, അതിൻ്റെ മുകളിലിരിക്കുന്ന കടായി, മുകളിലുള്ള 3-4 സ്ത്രീ രൂപങ്ങളുമായിട്ട്. അത് കണ്ടപ്പോഴാണ് പത്രപ്രവർത്തനം അല്പം കൂടെ പോസിറ്റീവായിക്കൂടെ എന്നൊരു ചിന്തയുണ്ടായത്. ആവശ്യമുള്ള ഫ്യൂവലിൻ്റെ 80% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എന്നിട്ടും ഇത്ര ദിവസങ്ങളായിട്ടും നമുക്കാർക്കും തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഗ്യാസ് ലഭ്യതയിലുള്ള വിഷമങ്ങളും ഒക്കെ എല്ലാവരും അറിയുന്നുണ്ട്. ശരിയാണ്. കേരളത്തിലും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെതായ മറ്റ് യാതൊരു കെടുതികളും അറിയേണ്ട ദൗർഭാഗ്യം ലഭിക്കാത്തൊരു ജനതയാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും ബുദ്ധിമുട്ടുമ്പോൾ ഇതിൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് നമുക്കിതിനെ ഫൈറ്റ് ചെയ്ത് നേരിടാം, അല്ലെങ്കിൽ വി ആർ ഓൾവേസ് ഇൻ എന്നൊരു പോസിറ്റീവ് സന്ദേശം നൽകുകയല്ലേ എൻ്റെ പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസിന് വില കൂടിയാൽ തീർച്ചയായിട്ടും ഹോട്ടലുകാർ വില കൂട്ടും. നമുക്കതിനെ നേരിടാൻ പല മാർഗങ്ങളുണ്ടാവാം. ഹോട്ടൽ ഭക്ഷണം നമുക്ക് കുറയ്ക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഫലപ്രദമായി LPG എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വീട്ടമ്മമാരുമായി ആലോചിച്ച്, ഇല്ലെങ്കിൽ വീട്ടമ്മമാർക്കൊരു ചിന്തിക്കാനൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക തുടങ്ങിയ പലതും പത്രപ്രവർത്തകർക്ക് ചെയ്യാൻ പറ്റും ഈ കാര്യത്തിൽ. കേരളത്തിൽ ഇന്നും രാവിലെ ആദ്യം നമ്മൾ എടുത്തു നോക്കുന്നത് ന്യൂസ് പേപ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടൊരു സന്ദേശം കിട്ടി അല്ലെങ്കിൽ കൊടുത്ത് രാവിലെകൾ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷയോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നറിയാനും താല്പര്യമുണ്ട്.